Hi friends, welcome back to AKR Technical Malayalam YouTube channel. AKR Technical Malayalam YouTube channel മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ന്യൂട്രൽ കൺട്രോൾ വയറിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടറിൽ ഫേസ് കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മുമ്പ് കാണിച്ച അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം അമ്പിയർ മീറ്റർ, വോൾട്ട് മീറ്റർ, സ്റ്റാർട്ട് പുഷ് ബട്ടൺ, 5 ടെർമിനൽസ് കണക്ടർ, കപ്പാസിറ്റർ, റണ്ണിംഗ് കപ്പാസിറ്റർ, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ, MCB. ഇനി നമുക്ക് ഇതിന്റെ വയറിംഗിലേക്ക് പോവാം. ഇത് മോട്ടറിന്റെ വൈൻഡിങ് ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇതിൽ R എന്ന് എഴുതിയിരിക്കുന്നത് റണ്ണിംഗ് കോയിലും ഈ S എന്ന് കാണിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് കോയിലുമാണ്. ഈ റണ്ണിംഗ് കോയിലും സ്റ്റാർട്ടിംഗ് കോയിലും തമ്മിൽ ലിങ്ക് ചെയ്ത് വരുന്നതാണ് B എന്ന പോയിന്റ്. B എന്നത് കോമൺ പോയിന്റ് ആണ്. ഇതിൽ ഓപ്പൺ വെൽ മോട്ടറാണ് ഈ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ബോർവെൽ മോട്ടറാണ്. ഈ രണ്ട് സബ്മേഴ്സിബിൾ മോട്ടറുകൾക്കും ഇതുപോലെയുള്ള സ്റ്റാർട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വയറിംഗിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പായി ഇതിന്റെ കണക്ടർ പോയിന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, റെഡ്, Y, B. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഇത് നേരെ തിരിച്ചാണ് കൊടുത്തിരുന്നത്. ഇത് BYR എന്നിങ്ങനെയാണ് കൊടുത്തിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ന്യൂട്രൽ കൺട്രോൾ ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ ഫേസ് കൺട്രോൾ ആണ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ് പോയിന്റിൽ നിന്നും, അതായത് P എന്ന് എഴുതിക്കുന്ന ഈ പോയിന്റിൽ നിന്നും ഒരു വയർ നേരെ നമ്മുടെ MCBയിലേക്ക് വരും. MCBയിൽ നിന്നും ആംപിയർ മീറ്ററിലേക്കും ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യുക. അടുത്ത റെഡ് വയർ നേരെ R എന്ന് എഴുതിയിരിക്കുന്ന ഈ പോയിന്റിലേക്കാണ് വരേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാം, ഇത് റണ്ണിംഗ് പോയിന്റ് ആണ്. അതായത് മോട്ടറിന്റെ റണ്ണിംഗ് പോയിന്റ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. Y എന്ന് എഴുതിയിരിക്കുന്നത്, ഇത് D എന്ന് എഴുതിയിരിക്കുന്നത് മോട്ടറിന്റെ കോമൺ പോയിന്റ് ആണ്. വൈൻഡിങ് കോമൺ പോയിന്റ് ആണ് ഇത്. അടുത്ത നമുക്ക് ഈ പുഷ് ബട്ടണിൽ നിന്ന് ഇവിടേക്കും വോൾട്ട് മീറ്ററിലേക്കും ഒരു വയർ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ വയർ കണക്ട് ചെയ്യുക. ഇത് 1 സ്ക്വയർ mm മതി. ഞാൻ കഴിഞ്ഞ പാർട്ടിലും പറഞ്ഞിരുന്നു, ഇത് 1 സ്ക്വയർ. ഈ കാണുന്ന തടിച്ച വയർ 2.5 mm വയറുമാണ്. തുടർന്ന് നമ്മൾ ഈ R എന്ന് എഴുതിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് തന്നെ ഈ സ്റ്റാർട്ട് പുഷ് ബട്ടണിലേക്ക് ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്യുക. അവിടെ നിന്നും ഈ സ്റ്റാർട്ട് പുഷ് ബട്ടന്റെ രണ്ടാമത്തെ ടെർമിനലിൽ നിന്നും നമുക്ക് കപ്പാസിറ്ററിലേക്ക് ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യുക. അടുത്തത് റണ്ണിംഗ് കപ്പാസിറ്ററിലേക്ക് ഈ R എന്ന ഈ പോയിന്റിൽ നിന്നും ഒരു വയർ ഇതുപോലെ ലൂപ്പ് ചെയ്യുക. തുടർന്ന് ഈ രണ്ട് കപ്പാസിറ്ററും തമ്മിൽ ഒരു ലൂപ്പ് കൂടി കണക്ട് ചെയ്യണം. ഇതുപോലെ ഒരു വയർ ഇതുപോലെ ലൂപ്പ് ചെയ്യുക. ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിൽ നിന്ന് നമുക്ക് ഈ Yയിലേക്ക് ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ഈ B പോയിന്റ് ആണ് ബാലൻസ് ഉള്ളത്. അത് ഇവിടെ നിന്നും ഡയറക്റ്റ് ഇതുപോലെ ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്തത് ഈ പോയിന്റിൽ നിന്ന് തന്നെ, ന്യൂട്രൽ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ വോൾട്ട് മീറ്ററിന് ന്യൂട്രൽ കൊടുക്കണം. അതിനായി ഇവിടെ നിന്നൊരു വയർ ഇതുപോലെ ലൂപ്പ് ചെയ്ത് വോൾട്ട് മീറ്ററിലേക്കും കണക്ട് ചെയ്യുക. ഇവിടെ നിന്നും അടുത്തതായി നമുക്ക് റൺ ഇൻഡിക്കേഷന് ഒരു പോയിന്റ് വരണം. അത് ഇതുപോലെ ന്യൂട്രൽ കണക്ട് ചെയ്യുക. ഫേസ്, ഈ റെഡ് വയർ കാണുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റണ്ണിംഗ് ഇൻഡിക്കേഷൻ വയറിംഗും കംപ്ലീറ്റ് ആയി. ഇത് ഓൺ ചെയ്താലുടൻ തന്നെ ഈ റണ്ണിംഗ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ്. അടുത്തതായി RYV നേരെ നമ്മുടെ സബ്മേഴ്സിബിൾ മോട്ടറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ റെഡ്, യെല്ലോ, ബ്ലൂ എന്ന ഈ വയർ ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ RYB എന്നിങ്ങനെ അതേ ഓർഡറിൽ ഇവിടെ കണക്ട് ചെയ്യുക. ന്യൂട്രൽ കൺട്രോൾ സ്റ്റാർട്ടറിൽ നമ്മൾ നേരെ തിരിച്ചായിരുന്നു കൊടുത്തിരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ് കൺട്രോളിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ന്യൂട്രൽ കൺട്രോളിനായി ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ ബ്ലൂ വരും. ഈ ബ്ലൂവിന്റെ സ്ഥാനത്ത് R വരുന്നതാണ്. അതായത് ബ്ലൂ വയർ ഇവിടെയും റെഡ് വയർ ഇവിടെയും വരുന്നതാണ്. ഇതിപ്പോൾ ഫേസ് കൺട്രോൾ ആയതുകൊണ്ടാണ് നമ്മളിവിടെ R പോയിന്റ് ഇവിടെ മൂന്നാമത്തെ പോയിന്റിലും ബ്ലൂ ഈ ലാസ്റ്റ് പോയിന്റിലും കണക്ട് ചെയ്തത്. Y എപ്പോഴും ഇത് തന്നെയായിരിക്കും. അതായത് സ്റ്റാർട്ടിങ് റണ്ണിംഗ് പോയിന്റ് ഇതുവഴി തന്നെയാണ് വരുന്നത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ MCB ഓൺ ചെയ്താൽ ഉടൻ തന്നെ ആംപിയർ മീറ്റർ വഴി നമുക്ക് നേരെ R എന്ന ഈ പോയിന്റിലേക്ക് സപ്ലൈ വരും. ഇവിടെ നിന്നും ഒരു ലൂപ്പ് ഈ റണ്ണിംഗ് കപ്പാസിറ്ററിലേക്കും ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൺ വഴി സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിലേക്കും പോകുന്നതാണ്. ഈ രണ്ട് കപ്പാസിറ്ററും ലൂപ്പ് ചെയ്ത് നേരെ Yയിലേക്കും വരുന്നതാണ്. ന്യൂട്രൽ നേരിട്ട് ഇവിടെ ബ്ലൂവിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രേക്കർ ഓണാക്കി സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തിയാൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ചാർജായി നമ്മുടെ ഈ വയർ വഴി നേരെ ഈ Y എന്ന ഈ പോയിന്റിലേക്ക് ലഭിക്കുകയും നമ്മുടെ മോട്ടോർ സ്റ്റാർട്ട് ആവുകയും, ഇതിൽ നിന്നും 3 സെക്കൻഡിന് ശേഷം ഈ പ്രസ്സിങ് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഈ റണ്ണിംഗ് കപ്പാസിറ്റർ വഴി ഫേസ് കയറി ഈ വയർ വഴി നേരെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്ക് പോകുന്നതാണ്. ഇത്രയുമാണ് ഫേസ് കൺട്രോൾ വയറിംഗ്. സബ്മേഴ്സിബിൾ സ്റ്റാർട്ടറിന്റെ ഫേസ് കൺട്രോളും ന്യൂട്രൽ കൺട്രോളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
1 HP മുകളിലുള്ള സബ്മേഴ്സിബിൾ മോട്ടോറുകൾക്ക് കോണ്ടാക്ടർ ഉപയോഗിച്ച് വയറിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കോണ്ടാക്ടർ ഉപയോഗിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മറ്റു വീഡിയോകളും കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ആ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമന്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് AKR Technical.